വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിന്റെ അഭിമാനം, മലയാള സിനിമയുടെ നിലവാരം, മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം. വെൽക്കം റൗണ്ട്. ഒരു വലിയ കൈഡ് പോലിട്ട് കാണാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട്. പൃഥ്വിരാജ് സുകുമാരൻ, നമ്മുടെ രാജുവേട്ടന് ഈ കയ്യടി മതിയോ? കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് cheer ചെയ്തേ. കൊച്ചി, ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഒരു ഈവനിങ്. അത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാകാം. താങ്ക് യു ഓൾ ഫോർ ബീയിങ് ഹിയർ. ഇതൊരു ഹോളിഡേ അല്ല, ഒരു അവധി ദിവസമല്ല, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇന്നത്തെ ദിവസം മാത്രമേ ഇതിവിടെ നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആദ്യം ചോദിച്ചത്, അയ്യോ ഇത് വർക്കിംഗ് ഡേ അല്ലേ, ആളുണ്ടാവുമോ എന്നാണ്. ആളുണ്ടായി. താങ്ക് യു സോ മച്ച്. നോബഡി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു ഫിലിമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഈ സിനിമ ആദ്യമായിട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് എക്സൈറ്റഡ് ആണോ അതിൻ്റെ ഒരു 10 മടങ്ങ് ഞാൻ ആസ് എൻ ആക്ടർ ഈ സിനിമയെക്കുറിച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത ഒരു കഥാപാത്രമാണ് രാജീവൻ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ് നോബഡിയുടേത്. ഇപ്പോൾ സമീർ ഇവിടെ ഉള്ളതുകൊണ്ട് സമീറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഒരുപാട് യങ് പ്രോമിസിങ് റൈറ്റേഴ്സ് ഉള്ള അങ്ങനെ ഒരു വെൽത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഒറിജിനൽ, ദി മോസ്റ്റ് ടാലന്റഡ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ആണ് സമീർ. ആൻഡ് സമീറിനാണ് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. രാജീവനെ എഴുതിയപ്പോൾ 8:30 മണിയെങ്കിലും കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിസാം ഇല്ലാതെ ഈ പരിപാടി നടത്തേണ്ടി വന്നത്. അഗെയിൻ താങ്ക്സ് ടു നിസാം. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതിൽ നിസാമിൻ്റെ ഫിൽം മേക്കിംഗ് ക്രാഫ്റ്റാണ്. അത് ഞാൻ നിസാമിനോട് തന്നെ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ തിയേറ്റേഴ്സ്, ഒരു കാര്യം നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല, ഔട്ട്സ്റ്റാൻഡിങ് ഫിൽം മേക്കിംഗ് ക്രാഫ്റ്റ് ഉള്ള ഒരു സിനിമയാണ് നോബഡി. നിസാമിൻ്റെ ആ ഗൈഡൻസും ഡയറക്ഷനും ഇല്ലായിരുന്നുവെങ്കിൽ രാജീവനോ മീരയോ ഹക്കീം ചെയ്ത കഥാപാത്രമോ ഒന്നും തന്നെ ഈ സിനിമയിൽ ഇന്ന് ഈ രൂപത്തിൽ ഉണ്ടാകില്ലായിരുന്നു. സോ താങ്ക് യു നിസാം. ഓഫ് കോഴ്സ് ജെയ്ക്സ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമല്ല, ഹീസ് ലൈക്ക് ഫാമിലി റൈറ്റ് നൗ. ഈ സിനിമയുടെ മ്യൂസിക് ആര് ചെയ്യണം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജെയ്ക്സിൻ്റെ പേര് ആദ്യം നിസാമിനോട് പറഞ്ഞപ്പോൾ നിസാം എന്നോട് പറഞ്ഞു, ജെയ്ക്സ് ഇങ്ങനെ ഒരു കൺവെൻഷണൽ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറല്ലേ, നമ്മുടെ സിനിമ ജെയ്ക്സിൻ്റെ ഒരു ഏരിയ ആണോ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ അന്ന് നിസാമിനോട് പറഞ്ഞതാണ് ഞാൻ ഇന്നിവിടെ ആവർത്തിക്കുന്നത്. ഈ കൺവെൻഷണൽ ക്ലാസിക് കമേഴ്ഷ്യൽ മാസ് സിനിമകളിൽ ജെയ്ക്സ് ബിജോയ് ഇന്ന് അബ്സല്യൂട്ട് നമ്പർ 1 ആണ്. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നോബഡിയിലെ ജെയ്ക്സ് ബിജോയ് കേൾക്കും. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഇത് എല്ലാവരും പേഴ്സണലാണല്ലോ, സബ്ജക്റ്റ് ആണോണ്ട് ഞാൻ പറയുന്നത് തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഓഫ് കോഴ്സ് യു ആർ ഫ്രീ ടു തിങ്ക് ഓഫ് ഇറ്റ് ദാറ്റ് വേ. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന പാട്ട് കഴിഞ്ഞൊരു 2 to 3 വീക്സ് മുമ്പാണ് ജെയ്ക്സ് ആദ്യം എനിക്ക് അതിൻ്റെ ഒരു ട്രാക്ക് അയച്ചു തരുന്നത്. ഞാൻ എൻ്റെ സിനിമകളിൽ ജെയ്ക്സ് ചെയ്ത പാട്ടുകളിൽ രണം എന്ന സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ദാറ്റ് ട്രാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണത്. ആൻഡ് ഹ്യൂജ് ക്രെഡിറ്റ് ഫോർ ദാറ്റ് ഗോസ് ടു സുധീർ. Your voice is a superstar in Kerala already because Dhurandhar was a huge hit like everywhere else in Kerala as well. And I love the track in that film that you sang. But if I had to choose one, I'm going to still choose this because what a rendition, man. Amazingly done. Thank you so much for doing this for us. എൻ്റെ co-actors ഇവിടെ ഉണ്ട്. ഹക്കീം ഉണ്ട്. ഹക്കീമിനേക്കാൾ പ്രധാനപ്പെട്ട 2 കുഞ്ഞു co-actors ഉണ്ട്, നക്ഷത്ര, ഐറ. എന്നോട് ഈ സിനിമയിലെ ഏറ്റവും നല്ല പെർഫോമൻസസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പാർവതിയുടെയോ എൻ്റെയോ ഹക്കീമിൻ്റെ ഒന്നുമല്ല, ഇവർ 2 പേരുടെയുമാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പെർഫോമൻസസ്. ഇത് വെറുതെ 2 കുഞ്ഞുങ്ങളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കുട്ടികളല്ലേ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് കരുതിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇവർ 2 പേരും ചെയ്ത കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റ്സ് ഷോൾഡർ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അത് ജെന്യുവൻലി ആസ് ആക്ടേഴ്സ് അവർ ചെയ്തത് ഐ എം ഇൻ ഓ ഓഫ് ദം. 2 പേരും വളർന്ന് വലിയ ആക്ടേഴ്സ് ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആയില്ലെങ്കിൽ ഐ വിൽ ബി ഡിസപ്പോയിന്റഡ് ബിക്കോസ് യു ആർ സോ ടാലന്റഡ്. ലാസ്റ്റ് ബട്ട് ഓഫ് കോഴ്സ് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്ണർ, എൻ്റെ നിങ്ങൾ പിന്നെ വിളിക്കായിരിക്കുമായിരുന്നു
ഒരു വലിയ കേട്ട് കുഞ്ഞു താരങ്ങൾക്ക്. Come on, guys. ഇത് ഐറ, ഇത് നക്ഷത്ര, രണ്ടിന് നല്ല കുറുമ്പുണ്ടെങ്കിലും നല്ല കിടിലൻ ആക്ടേഴ്സ് ആണ്. സോ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്നേഴ്സ്, മൈ ഫ്രണ്ട്സ്. ഇറ്റ്സ് സ്ട്രേഞ്ച്, കാരണം മുകേഷ് സാറിൻ്റെയും സാരഥിയുടെയും പേരുകൾ പറയുമ്പോൾ ഐ എം ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് എ പാർട്ട്ണർ കമ്പനി, E4 എക്സ്പെരിമെന്റ്സ്. പക്ഷെ ഞാൻ മൂന്നാമത് ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ആൾക്കാരായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഐ എം കംപ്ലീറ്റ്ലി ലോസ്റ്റ് ട്രാക്ക് ദാറ്റ് ഓക്കെ വി ആർ 2 ഡിഫറെൻറ്റ് കമ്പനീസ് അസോസിയേറ്റിംഗ് എന്നുള്ളത്. ഇത് ഞങ്ങൾ ചെയ്ത മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമയാണ്. ദേ ആർ ദി അബ്സല്യൂട്ട് ബെസ്റ്റ് പാർട്ട്നേഴ്സ് ഐ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ. ഞാൻ പൈസ ചെലവാക്കി അത് ആ സ്കെയിലിൽ ആ സിനിമ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഡ്രീം പാർട്ട്നേഴ്സ് ആണ് E4 എക്സ്പെരിമെന്റ്സ്. താങ്ക് യു ഫോർ ദ ട്രസ്റ്റ് സർ, താങ്ക് യു ഫോർ ദി അസോസിയേഷൻ. ഇനിയും ഉണ്ടാകും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എക്സ്പെരിമെന്റ്സും തമ്മിൽ സിനിമകൾ. ഉടനെ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യും. ഈ വരുന്ന 9-ാം തീയതി ഈ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. സമീർ പറഞ്ഞ പോലെ വലിയ പ്രത്യേകതകളൊന്നും ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഐ ട്രൂലി ബിലീവ് ഇതൊരു എൻഗേജിങ്, എൻ്റർടൈനിങ് സിനിമയാകും എന്നുള്ളത്. വളരെ പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വളരെ സുപരിചിതമായ കഥാസാഹചര്യങ്ങൾ ഒട്ടും സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇതിനപ്പുറം പറയാൻ മറ്റൊന്നുമില്ല. താങ്ക് യു ടു ഓൾ മൈ കോ ആക്ടേഴ്സ്, കോ ടെക്നീഷ്യൻസ്, എവരി വൺ ഹു വാസ് പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. വൺസ് അഗൈൻ ഇന്നിവിടെ എത്തിയതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി, ഒരുപാട് സന്തോഷം. സീ ഓൾ ദ തിയേറ്റേഴ്സ് ഓൺ ദ 9th of July. താങ്ക് യു. താങ്ക് യു രാജേട്ടാ. രാജുവേട്ടൻ എന്തൊരു സുന്ദരനാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും സ്വപ്നക്കൂട്, പോക്കിരി രാജ, അങ്ങനെ എല്ലാ സിനിമയിലും അന്നിരിക്കുന്ന പോലെ തന്നെയാണ് രാജുവേട്ടൻ ഇന്നും ഇരിക്കുന്നത്. എന്താണ് രാജുവേട്ടന്റെ ബ്യൂട്ടി സീക്രട്ട്? അന്നിരിക്കുന്ന പോലെ അല്ല, ഇപ്പൊ പ്രായമായി, 43 വയസ്സായി. ഞാൻ യൂഷ്വലി ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രം എന്താണോ അതിൻ്റെ ലുക്കിലാണ് ഉണ്ടാകാറുള്ളത്. ഇതിപ്പോൾ ആമിർ അലി ഇങ്ങനെ ആയതുകൊണ്ട് ആമിർ അലിയെ പറ്റി പറയാൻ ഇനി സമയമുണ്ടല്ലോ. ഞാൻ ആ സിനിമയുടെ റിലീസുമായി സംബന്ധിച്ച് തീർച്ചയായും മിനിഞ്ഞാന്ന് പാക്കപ്പ് ആയതേ ഉള്ളൂ സിനിമ. ഓഗസ്റ്റ് 20-ാം തീയതി ആ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. ഐ നോബഡി പോലെ തന്നെ അതും ഒരു ജേക്സ് ബിജോയ് കത്തിക്കൽ ആയിരിക്കും. കത്തിച്ച് തുടങ്ങി. അല്ല രാജേട്ടാ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നൊരു സംഭവമാണ്. കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നുണ്ട്. ശരീരം ഒരു 10-15 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ കഷ്ടപ്പെട്ടു. രാജേട്ടൻ ഓർമ്മയുണ്ടോ? 15 കിലോ എവിടുന്ന് കുറയ്ക്കാൻ? ഇനി കുറയ്ക്കാനില്ല, കുറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ പണ്ട് കണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിലൊരു ലുക്ക് വേറെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാജുവേട്ടൻ്റെ ഈ ലുക്ക് വേറെ, നേരത്തെ ആട് ജീവിതത്തിൽ കണ്ടപ്പോൾ ലുക്ക് വേറെ. ഈ ബലൂണെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? അല്ല, അത് നമ്മളെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ആണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഈ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ പേര് പറഞ്ഞാൽ കൈയടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ല. അപ്പം നമ്മൾ ശരിക്കും ഇപ്പം മമ്മൂക്കേനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര അതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നില്ല നമുക്ക്. ഇപ്പോൾ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവാനായിട്ട് തോന്നും. ഇപ്പോൾ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പോൾ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽ സർ അങ്ങനെയാണ്, കമൽഹാസൻ സർ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നാളെ ഒരു ഫിലിം മേക്കർ വന്നിട്ട് എൻ്റെ ക്യാരക്ടറിന് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരുക. അപ്പോൾ നാളത്തെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു ലുക്കും ശരീരം എങ്ങനെയായിരിക്കും അതാ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമിർ അലിന്റെ ലുക്കാണ്. ഓക്കെ, രാജുവേട്ടൻ പെർഫോമൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇപ്പോൾ ഒരു നടൻ ഒറ്റയ്ക്ക് ഒരു ഗംഭീര പെർഫോമൻസ് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനാദ്യം ആവശ്യം നല്ലൊരു റിട്ടേൺ മെറ്റീരിയലാണ്. അതെനിക്ക് കിട്ടി, സമീർ അതെനിക്ക് തന്നു. അതിനുശേഷം ആവശ്യം ആ മെറ്റീരിയലിനെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാൻ മാത്രം ക്രാഫ്റ്റും ക്ലാരിറ്റിയും ഉള്ള ഒരു ഫിലിം മേക്കറാണ്. അതും എനിക്ക് കിട്ടി. പിന്നെ ആ പ്രോജക്റ്റിലേക്ക് ഒത്തുചേരുന്ന മറ്റ് ടെക്നീഷ്യൻസ്, അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവരവരുടെ ക്രാഫ്റ്റുകൾ കൊണ്ട് ആ റിട്ടേൺ മെറ്റീരിയലിലേക്ക് സംവിധായകനെ പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അതും ദൈവം സഹായിച്ച ഈ സിനിമയ്ക്കുണ്ട്. സിനിമാറ്റോഗ്രാഫർ, പ്രൊഡക്ഷൻ ഡിസൈനർ, ജേക്സ്, അങ്ങനെ ഒരുപാട് പേര്, കോ ആക്ടേഴ്സ്, എല്ലാവരും ചേർന്നിട്ടാണ് ഓരോ പെർഫോമൻസസും ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ കത്തിക്കുകയോ അണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊളാബറേറ്റീവ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് രാജീവൻ ഇസ് എ പെർഫോമൻസ് ദാറ്റ് ടു മീ ഐ എം വെരി ഹാപ്പി അബൌട്ട്. ഇന്ന് എൻ്റെ അടുത്ത് ഒന്നുകൂടി ഈ സിനിമ ഷൂട്ട് ചെയ്താൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന സീനുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരുപാട് സീനുകൾ ഇതിലും ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആടുജീവിതത്തിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ എന്നോട് ചോദിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു സീനിൽ ഒരു 100% കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു.